വലിയ ഡെക്കറേഷനൊന്നും വേണ്ട, സുധാമണി അത് മതി എന്നാണ് CPM-ന്റെ മുതിർന്ന നേതാവായ P. ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ കുറിപ്പ്. എന്നാൽ അങ്ങനെയല്ല, മാതാ അമൃതാനന്ദമയി എന്ന് വേണം എന്നാണ് ഇടതിന്റെ അഥവാ ഇടത് നേതൃത്വത്തിന്റെ വാദം. അങ്ങനെ വാദങ്ങൾ കൊഴുക്കുമ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് ഇടത് MLA ആയിരുന്ന ഇടതിൽ നിന്നും പുറത്തായ PV അൻവറും പറയുന്നു. കാര്യകാരണങ്ങൾ അക്കമിട്ട് നിരത്തുമ്പോൾ സംഭവ പരമ്പര തുടങ്ങുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് എന്ന് കാണാനും സാധിക്കും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടപ്പോൾ പിണറായി വിജയൻ ഭൂരിപക്ഷ പ്രീണനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്നായിരുന്നു അൻവറിന്റെ പ്രസ്താവന. സംസ്ഥാന സർക്കാർ പിന്തുണയോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അൻവറിന്റെ ഈ പ്രതികരണം ഉണ്ടായത്. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ മുഖ്യമന്ത്രിയായിരുന്നു. തുടർന്ന് വിവാദങ്ങൾ തലപൊക്കുകയും ചെയ്തിരുന്നു. ആ വിവാദങ്ങൾ കെട്ടടങ്ങും മുൻപെയാണ് അമൃതാനന്ദമയിയെ ആദരിക്കലും ആശ്ലേഷം ചെയ്യലും. അമൃത വിശ്വപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സജി ചെറിയാനാണ് ആദരിച്ചത്. മാത്രമല്ല, അമൃതാനന്ദമയിയുടെ 72ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു ഈ ആദരവ്. മാതൃഭാഷയ്ക്ക് ശക്തമായ സന്ദേശമാണ് അമൃതാനന്ദമയി നൽകിയതെന്ന് പറഞ്ഞ സജി ചെറിയാൻ അവരെ ആശ്ലേഷിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. ഈ സംഭവത്തെ വിമർശിച്ചുകൊണ്ടാണ് ജെയിൻ രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയുടെ ഈ പ്രവർത്തനം തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നതാണ് പ്രധാന വിമർശനം. സുധാമണി എന്നായിരുന്നു മാതാ അമൃതാനന്ദമയിയുടെ ആദ്യകാല പേര്. പിന്നീട് അമൃതാനന്ദമയി എന്ന പേര് സ്വീകരിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം പ്രീണനമായിരുന്നു CPM-ന്റെ പ്രധാന ആയുധം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടെ തന്ത്രം തിരിഞ്ഞുകൊത്തി എന്നും മനസ്സിലായി. തുടർന്ന് മുസ്ലിം പ്രീണനം അവസാനിപ്പിക്കാനായി തീരുമാനിച്ച സർക്കാർ ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണന നയമാണ് സ്വീകരിക്കുന്നത് എന്ന അൻവറിന്റെ വാദത്തിൽ കഴമ്പില്ലാതെയില്ല എന്നും പറയാം. എന്നാൽ ഇപ്പോൾ അതേസമയം തന്നെ നിലപാടും നിലനിൽപ്പും രണ്ട് തട്ടിലായ ഇടത് സർക്കാർ ഏറെക്കുറെ ഇടതിൽ പൊതിഞ്ഞെടുത്ത BJP ആശയങ്ങളുടെ കെട്ടായി മാറിയെന്നതും വാസ്തവമാണ്. ഒപ്പം സംസ്ഥാന സർക്കാരും BJP പാതയിലേക്കോ എന്ന ഏതാനും വിരലിലെണ്ണാവുന്ന ഇടത് യുവ നേതാക്കളുടെ ചോദ്യം മാത്രമാണ് ഏക ആശ്വാസം.